ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ചില എല്ലാ സാധനങ്ങളോടും നമുക്ക് ചില ഇഷ്ടങ്ങളുണ്ടല്ലേ. ഇപ്പം സോപ്പിന് ഇന്ന സോപ്പ്, അല്ലെങ്കിൽ പേസ്റ്റിന് ഇന്ന പേസ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രാൻഡ്. എല്ലാവരും ബ്രാൻഡിൽ ചിലർ അഡിക്റ്റഡ് ആയിരിക്കും. ഞാനും കുറേ കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ട്. ഇന്ന സോപ്പ് തേക്കുക, അല്ലെങ്കിൽ ഇന്നത്, അങ്ങനെയൊക്കെ ഒരു ഫിക്സേഷൻസ്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ചില ചേഞ്ചസ് വരുത്താറുമുണ്ട്. അപ്പൊ അങ്ങനെ ഈ അടുത്ത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു പ്രോഡക്റ്റ്, ഇത് വളരെ ജെനുവിൻ ആയിട്ട് പറയാണ്, ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആയി ആ ഒരു ബ്രാൻഡുമായിട്ട്. അപ്പം ആദ്യം ഒരു എന്താ പറയാ, ഒരു ജസ്റ്റ് നമ്മൾ ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടു. വേറൊന്നുമല്ല, ഞാൻ പറയുന്ന ഒരുപാട് സസ്പെൻസുകളൊന്നുമില്ല. വെനോറ ഓർഗാനിക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വെനോറയുടെ കുറേ റിവ്യൂസ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് ഫറാ ഖാനും ഒക്കെ അതിന്റെ റിവ്യൂ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈശ്വര, നമ്മളൊരു ഒരു ഇന്ത്യൻ മാത്രമല്ല, നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു കണ്ടുപിടുത്തം എന്ന് വേണമെങ്കിൽ പറയാം. ഡോക്ടർ നയനയാണ് അതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോഡ്കാസ്റ്റിലൊക്കെ ഞാൻ നയനയുടെ ഇന്റർവ്യൂവും ഒക്കെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചത് കൊള്ളാലോ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്ത് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ഒരു 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 കണ്ടിന്യൂസ് പ്രോസസ്സ് പോലെ ഞാൻ അത് ഫ്രീക്വന്റ് ആയിട്ട് അത് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പൊ അതിന്റെ വേറൊരു പ്രോഡക്റ്റ് ട്രൈ ചെയ്തു. എന്നാൽ അത് നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്തു. പക്ഷെ ഇപ്പോ ഞാൻ നോക്കി, ശരിക്കും ഫെനോറയുടെ ഒരു ഹാർഡ് കോർ ഫാൻ ആയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം രണ്ടെണ്ണം മേടിച്ചിരിക്കുന്നത് എന്താന്ന്? അല്ല, ഒരെണ്ണം തീർന്നതാട്ടോ. അത് ഒരു സത്യാവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാ. ഇത് റെജുവിനേറ്റ ഗോൾഡ്. ഇത് എന്റെ മൂന്നാമത്തെ പാക്കാട്ടോ. ഇത് തീർന്നു. ഒരെണ്ണം മേടിച്ചു, അത് തീർന്നു. ഇത് രണ്ടാമത്തെ മേടിച്ചു, തീർന്നു. ഇതിപ്പോ മൂന്നാമത്തതാണ്. അതിന്റെ അടപ്പ് പൊട്ടിപ്പോയി. അത് കുറെ ശക്തിയായിട്ട് അടയ്ക്കല്ലേ. ഇതുണ്ടോ, തൂട്ടുകയാ. അപ്പൊ അതുകൊണ്ട് അതെന്തായാലും ഞാൻ സത്യമാണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചതാ. ഇതും വെനോറയുടെ സൺബ്ലോക്ക് ആണ്. ഇതാ, അടണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചു. ഇത് രണ്ടും പുതിയത് വാങ്ങിച്ചു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്ത് കേട്ടോ. ഇത് ഓറഞ്ച് ആൻഡ് മാരിഗോൾഡിന്റെ ആണ്. അയ്യോ, ഇത് നല്ല ഫേസ് വാഷ് ആണ്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളത്, ഇതിന്റെ ഒരു പാക്കിങ് തന്നെയാണ്. പാക്കിങ് പ്ലസ് ഈ ഒരു ചെറിയ സിലിക്കൺ ബ്രഷ്. ഇത് വളരെ കംഫർട്ടബിൾ ആട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് കാണിക്കാം എന്തായാലും. ഇത് നിങ്ങൾ പമ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ വരും. ഈ ബ്രഷ് കൊണ്ട് തന്നെ നമുക്കൊരു ജെന്റിൽ മസാജ് ഒക്കെ കൊടുക്കാം. ഇത് നല്ലൊരു പ്രൊഡക്റ്റ്. ഇത് യൂസ് ചെയ്തത് വായൊക്കെ പൊളന്നു തുടങ്ങി. ഞാൻ ഇത്രയും ഉണ്ടായിരുന്നു, ഫുൾ ഉണ്ടായിരുന്നു, അത് ഇത്ര ആക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോയ്സ്ചറൈസർ ആട്ടോ. ഇതും റോസിന്റെയും ലോട്ടസിന്റെയും കൂടെ. ഇതിന്റെ പാക്കിംഗ് ഒക്കെ ഭയങ്കര ക്രിസ്പി പാക്കിംഗ് ആണ്. ഇത് മറ്റേ ഗ്ലാസ് ഇതുമാണ് കേട്ടോ. ഇതും വളരെ സ്മൂത്ത് ആണ്. ഭയങ്കര ഹാർഷ് ഫ്രാഗ്രൻസ് ഒന്നുമില്ല. വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു 4-in-1 ജെല്ല്. ഇത് ശരിക്കും ഒരു ക്ലെൻസർ ആണ്, ലീവ് ഓൺ മാസ്ക് ആണ്, ഒരു ഫേസ് വാഷ് ആണ്. പിന്നെന്താ പറഞ്ഞേ, ഇതൊരു ഓവർനൈറ്റ് എല്ലാത്തിനും ഇത് ഒരു ബെസ്റ്റ് ആണ്. ഇത് പക്ഷെ എന്നും യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഇതാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്താണെന്നറിയാമോ? ഈ ലിപ് ബാം ആണ്. ഇത് ശരിക്കും ഒരുപാട് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും ഇത് ഏത് ഫ്ലേവറാണ്? സ്ട്രോബെറി ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. റോസി റെഡ് എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ്. ശരിക്കും എനിക്ക് ഭയങ്കര ഡാർക്കർ ലിപ്സ് ആണ്. അപ്പം എൻ്റെ വീഡിയോസിലും അല്ലെങ്കിൽ ഞാൻ നോർമലി ഷൂട്ടിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരും പറയും, എന്താ ദേവി ഇങ്ങനെ ഭയങ്കര ഡാർക്ക് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വീഡിയോസിലൊക്കെ കാണുമ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്ന ചേച്ചി ലിപ്സ്റ്റിക്. അതെന്താ അറിയാം, അതെൻ്റെ ഒരു പേഴ്സണൽ പ്രോബ്ലം ആയിരുന്നു, ഒരു ട്രോമ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഡാർക്ക് ലിപ്സ് ആയിരുന്നു. മേ ബി കുറേ നാളത്തെ ഒരു മേക്കപ്പ് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിൻ്റെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ എനിക്ക് എപ്പോഴും പിഗ്മെന്റേഷൻ, ഭയങ്കര ഡാർക്കർ പിഗ്മെന്റേഷൻ. അപ്പൊ എല്ലാവരും പറഞ്ഞു പോയി മറ്റേ ലിപ്പിന്റെ മറ്റേ പെർമനന്റ് കളറിങ് ഒക്കെ ചെയ്തുകൂടെ. പക്ഷെ അങ്ങനത്തെ അങ്ങനെ അത്യാധുനികമായിട്ടുള്ള ഈ മൈക്രോ ബ്ലേഡിങ് ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാ കേട്ടോ. അപ്പൊ ചെയ്യുന്നവരുണ്ട്, അത് നല്ലതോ മോശമോ എന്നുള്ളതല്ല. അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു ലിപ് ബാം ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം ഇതിന് വേറെ ഒരുപാട് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. നോർമൽ ഷെയ്ഡ്സ് ഉണ്ട്, ആണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. ഇത് കളേർഡ് അല്ലാതെ പക്ഷെ ഇത് കുറച്ച് ചെറിയ പിഗ്മെന്റ്, ഒരു ചെറിയ കളർ ഉണ്ട്, ടിന്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് കാണിക്കാം. ഇതാ, പക്ഷെ ഇത് ഉണ്ടല്ലോ, എനിക്ക്
ഭയങ്കര ഹൈഡ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൈ ഗോഡ് ടച്ച് വുഡ്. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ ഒന്നാമത് മൺസൂൺ സീസൺ ആണ്, തണുപ്പാണ്, എപ്പോഴും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പക്ഷെ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് എന്താ പറയാ, ഒരു ടിഷ്യൂല് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു എക്സസ് ആയിട്ടുള്ളത് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ പുറത്ത് തന്നെ ലിപ്സ്റ്റിക് യൂസ് ചെയ്താൽ ഒരു 4-5 മണിക്കൂറത്തേക്ക് ആ ലിപ്സ്റ്റിക്ക് നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്, ഹൈഡ്രേറ്റഡ് ആയിട്ട് വളരെ സപ്പിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എനിക്ക് ഇതൊക്കെ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം പ്രോഡക്ട്സ് നമ്മളിത് പുറത്തുനിന്നുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ട്, ഇതിനും എനിക്ക് തോന്നിയിട്ടുണ്ട് തീരെ ചീപ്പൊന്നും അല്ല കേട്ടോ, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള തന്നെ പ്രോഡക്ട്സ് ആണ്. പക്ഷെ ഇറ്റ് ഈസ് വർത്ത്. നമ്മൾ പൈസ മുടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു 1000 രൂപയുടെ സാധനം മേടിച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്നു, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ബ്ലെമിഷസ് വന്നു, അപ്പൊ നമുക്കത് പറയാൻ തന്നെ പേടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതല്ല, നമ്മൾ എന്തെങ്കിലും ബ്രാൻഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മളതൊന്ന് യൂസ് ചെയ്തിട്ട് പറയുക. അല്ലാണ്ട് വെറുതെ നമ്മൾ എന്തെങ്കിലും പറയുക, ഇത് നല്ലതാണ്, അത് ഇന്നാ അങ്ങനെയാണ്. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത് ഞാനൊരു പെർഫ്യൂമിന്റെ റിവ്യൂ അല്ല, ശരിക്കും അത് എന്താണ് ഊർമിള ചേച്ചിയുടെ ഒരു പെർഫ്യൂമിന്. അപ്പൊ അത് വാങ്ങിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഇഷ്ടങ്ങളും പേഴ്സണൽ ആണ്. ഇപ്പൊ എനിക്ക് ഇന്ന സോപ്പ് ഇഷ്ടം, അതുകൊണ്ട് ആ സോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കുക. മോസ്റ്റ്ലി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം ആ പെർഫ്യൂമിന്റെ ഒരു റിവ്യൂല് കമന്റ് വന്നാണ്, ചിലർക്ക് തലവേദന എടുത്ത് ഭയങ്കര ഹാർഷാണ്, എന്താണ് അഗർബത്തിയുടെ മണമാണ്, ചന്ദനത്തിന്റെ മണമാണ്, അമ്പലത്തിൽ പോകുന്നു. ഇതെല്ലാം ഓൾറെഡി നമ്മൾ ക്ലെയിം ചെയ്തത് തന്നെയായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ പിന്നെ അത് എക്സ്പെക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെയും കൂടെ ഒരു ചോയ്സ് അല്ലേ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇതൊരു അമ്പലം സ്മെല്ലാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ ഇപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു 10-15 ബോട്ടിൽ ഞാൻ ചേച്ചിയുടെ അടുത്ത് മേടിച്ചിട്ടുണ്ട്. കാരണം ഞാനത് ഉപയോഗിച്ചിട്ട് എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അത് ഞാൻ പറഞ്ഞു, അത് വളരെ പേഴ്സണലാണ്. അപ്പൊ ഞാൻ ഉപയോഗിച്ചു, അതുകൊണ്ട് നല്ലതാണെന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ബയസായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാനും നിർബന്ധം പിടിക്കുന്നത് ശരിയല്ല. അത് നല്ലതായിരിക്കണമെന്ന് വിശ്വസിച്ച് നിങ്ങളും വാങ്ങിക്കുന്നത് ശരിയല്ല. അപ്പം ഇതിനെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ചില സിനിമയുടെ റിവ്യൂ പറയുന്നത് പോലെ നമ്മൾ കണ്ടു നോക്കിയാലല്ലേ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ശരിയായിരിക്കും, അത്രയും പൈസ കൊടുത്ത് ഞാൻ മേടിച്ചു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ സോറി, അത് നമുക്ക് ഇഷ്ടപ്പെടാത്തത് അത് കേട്ടു എന്ന് പറഞ്ഞാൽ സങ്കടമുണ്ട്. പക്ഷെ ഈ എല്ലാ പ്രോഡക്ട്സും അങ്ങനെതാണ്. ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, ഇപ്പൊ സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉടുത്ത് കാണാം. ഇപ്പൊ എന്റെ ഒരു കോംപ്ലക്ഷനോ ടെക്സ്ചറിനോ ആ സാരി നല്ലതാണ്, പക്ഷെ വേറൊരാൾ ഉടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത്രയും ഭംഗി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങളും വളരെ പേഴ്സണലാണ്, വ്യക്തിപരമാണ്. അപ്പൊ അത് എനിക്കിഷ്ടമായി, അല്ലെ എനിക്ക് റിസൾട്ട് വന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് വരണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എനിക്ക് റിസൾട്ട് വന്നു, അതാണ് എൻ്റെ ക്ലെയിം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഇതുപോലുള്ള പ്രോഡക്ട്സ് എന്തെങ്കിലും നമ്മൾ കൊളാബിൽ വരികയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാനത് യൂസ് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഹാപ്പിയാണ്. ഇതെന്താ അറിയോ, ഇതിന്റെ മാരിഗോൾഡ് ഓറഞ്ചിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത് നമുക്ക് തിരിച്ച് ഇങ്ങനെ തന്നെ ക്യാപ്പ് വെക്കുകയും ചെയ്യാം കേട്ടോ, തിരിച്ചടച്ച്. അപ്പൊ ഇതിൽ വേറെ ഡേർട്സ് ഒന്നും വരില്ല. പിന്നെ ഇതിങ്ങനെ കറങ്ങും നമ്മളുടെ ഇതിന്റെ ഡ്രൈ. പിന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ഊരിയെടുത്ത് നമുക്ക് ഹോട്ട് വാട്ടറിൽ, വലിയ സിൽക്കൺ ആയതുകൊണ്ട് ഹോട്ട് വാട്ടറിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നമുക്ക് കഴുകിയും എടുക്കാം. ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താ അറിയോ, നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഞാൻ ഓയിൽ കൊണ്ടാണ് മേക്കപ്പ് എടുക്കുന്നത്. അപ്പം ഓയിൽ എടുത്തു കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ സോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ കൈയുടെ ഇവിടെയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര പാടാ. പക്ഷെ ഇത് ഉണ്ടോ, എവിടെ വേണേലും പോകും. ഉണ്ടോ, എന്നിട്ട് കണ്ടോ, നല്ല രസമില്ലേ? അപ്പം ഇത് ഭയങ്കര സോപ്പി അല്ല കേട്ടോ, ഭയങ്കര വാതയൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെയല്ല, പക്ഷെ മൈൽഡ് ക്ലെൻസർ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈമിലും ഒക്കെ ഓക്കെയാണ്. ഇതൊരു നല്ല പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മൾ റെജുവിനേറ്റഡ് നമ്മൾ പറഞ്ഞതാണ്, ഇത് 32+ ആണ്. ഇതൊരു 46 ഇയേഴ്സ് വരെ നമുക്ക് ഇത് തന്നെ ഡിപ്പെൻഡ് ചെയ്യാം, ഏജ് ലിമിറ്റ് അനുസരിച്ചാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഏത് ഏജ് കാറ്റഗറി പെടുന്നതാണോ അത് നമ്മൾ ഫേസ് വാഷ് കഴിഞ്ഞ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. പിറ്റേ ദിവസം രാവിലെയാണ് ഇതിന്റെ ഏറ്റവും മാജിക്കൽ റിസൾട്ട് അറിയുന്നത്. കാരണം നമ്മൾ രാവിലെ എണീറ്റിരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. നമ്മൾ സാധാരണ ഭയങ്കര ഡ്രൈ ആവില്ല, പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിൽ. അപ്പൊ ഇതൊക്കെ നല്ല പ്രോഡക്ട്സ് തന്നെയാണ്. എനിക്കിത് ഇവിടെ ഒരു കുരു ഉണ്ടായിരുന്നു, കാണുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ തന്നെത്താനെ പൊട്ടിച്ചതാണ്. പക്ഷെ ആ മാർക്സ് ഒക്കെ
മാറി എന്ന് പറയില്ല, പക്ഷെ അതിന്റെ ഒരു കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു, നല്ല ഡാർക്ക് ആയിരുന്നു, നല്ല ബ്ലാക്കിഷ് ആയിരുന്നു, അതൊന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അത് കൺസിസ്റ്റൻസി ഏതൊരു പ്രോഡക്റ്റിന്റെ അതിന്റെ റിസൾട്ട്, ബെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഇത് സൺബ്ലോക്ക്, ഇത് 50 SPF ആണ്, ഇതിന് 30 ഉണ്ട്. അപ്പൊ നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം SPF 50 ഇട്ടാൽ മതി. അതല്ല നമ്മൾ വീട്ടിലിരിക്കുകയാണ്, ജസ്റ്റ് പുറത്തേക്കൊന്നും അധികമായിട്ട് പോകുന്നില്ലെങ്കിൽ 30യുടെ ആവശ്യമുള്ളൂ. അപ്പം നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ വർക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയാണ് അതിനനുസരിച്ചൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പം ഈ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് കാണിക്കണം തോന്നി. അതെല്ലാം ഉപരി ഈ ഒരു സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഇത്രയും നല്ല രീതിയിൽ വരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. സോ ഓൾ ദി ബെസ്റ്റ് ടു ഡോക്ടർ നയന ആൻഡ് വെനോറ. ഇത് ഇത്രയും ഒന്ന് പറയണം തോന്നി. ഓക്കെ, വീണ്ടും മറ്റു വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. സോ ടാറ്റാ.